വിഷ്ണു മോനെ, വിഷ്ണു വിഷ്ണു വിഷ്ണു. എന്നെ കുട്ടി നേരത്തെ ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല, ഇതാദ്യായിട്ടാ. വിഷ്ണു മോനെ, വീട്ടില് വേറെ ആരും ഇല്ല? ഡോക്ടറെ കാണണോ മാമ? ഡോക്ടറെ കാണുന്നത് നല്ലതാ. എന്റെ അണ്ണന്റെ മോളായതുകൊണ്ട് പറയല്ല, വീണയുടെ ശബ്ദം നല്ലതാ. കോറസും ട്രാക്കും കേട്ട പല മ്യൂസിക് ഡയറക്ടേഴ്സും അത് സമ്മതിച്ചിട്ടുള്ളതുവാ. ഒരു പാട്ട് സാർ അവക്ക് കൊടുക്കണം. പാട്ടിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഗണപതിക്കറിയാമല്ലോ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് പ്രശ്നങ്ങൾ. ഈ പടത്തിൽ ആകെ 2 ഫീമെയിൽ സോങ്ങേ ഉള്ളൂ. അത് അടിപൊളി പാട്ടുകാർ തന്നെ പാടണം. അങ്ങനെയാണെങ്കിൽ ആ പാട്ടുകളുടെ ട്രാക്ക് എങ്കിലും സാർ അവളെ കൊണ്ട് പാടിക്കണം. ഗണപതി പറഞ്ഞാൽ എങ്ങനെ ഒഴിവാക്കുന്നത്? ട്രാക്ക് പാടാൻ ആ കുട്ടി വന്നോട്ടെ. ഇവിടെ ഇരിക്കാനുള്ള അന്തസ്സൊക്കെ എനിക്കുണ്ട്. വീണയുടെ അച്ഛൻ അല്പം കൂടി എക്സ്പോസ്ഡ് ആവണം. ഒരു ക്യാമ്പ് ഫയറിന്റെ പശ്ചാത്തലത്തിൽ എല്ലാം മറന്ന് പുരുഷനെ തന്നിലേക്ക് ആവാഹിക്കുന്ന സെഡ്യൂസ് എന്നൊരു സ്ത്രീയുടെ സോങ് ആണ്. ആ ഫയർ അല്പം കൂടി കിട്ടാനുണ്ട്. ശരി സാർ. ഇത് പാട്ടാണ്. കൊറേ ഇതുപോലെ വൃത്തികെട്ട പാട്ട് പാടാൻ എന്റെ മോളെ കിട്ടില്ല. നീ പേശ വരി മോളിങ്ങി വരൂ, ഇറങ്ങി വരാൻ. ഒരു മിനിറ്റ് അണ്ണ, ഇത് വെറും ട്രാക്കാണ്. മോളുടെ വോയിസിലല്ല പുറത്ത് വരുന്നത്. എന്നാലും പാട്ടിനൊക്കെ ഒരു സംസ്കാരം വേണം. അത് ദൈവികമാണ്. ഈ പാട്ടിന് ഇത്രയും സംസ്കാരമേ ഉള്ളൂ. ഇതൊന്നും പറ്റില്ല. പിന്നെ എന്തിനാ സിനിമ പാടാൻ നടക്കുന്നത്? വല്ല കച്ചേരിക്കും പക്കാല പാടാൻ നമ്മളെ ഇത് നമുക്ക് ശരിയാവില്ല. ഒരു തന്തയും കൊണ്ട് നടന്നാലേ ഇവളുടെ ആയസ് സിനിമ പാടൽ നടക്കില്ല. വളരെ പാടുപെട്ടാക്ക് நான் ஓரம் ஒப்பிச்சு கொண்டு வரது. ஆனா எல்லாம் குளவாக்கில. நான் அவர் முன்னாடி நாணம் கெட்டாச்சில்ல. இந்த மாதிரி மிளச்சமான பாட்டை மோள கொண்டு பாடிக்கிறத விட நீ இத்திரி நாணம் கெட்டதாக்கு நல்லது. வண்டிக்கற മോളെ സിനിമയിൽ വലിയ പോട്ടുകാരെയൊക്കെ കൊണ്ട് നടക്കുക, എന്നിട്ടെല്ലാം സ്വയം നശിപ്പിക്കും. പാട്ടിന് സംസ്കാരം വേണം അത്രേ. അപ്പൊ എനിക്കെന്തറിയാം ഇപ്പോഴത്തെ കാലത്തെ പാട്ടിനെ പറ്റി? നല്ല പാട്ട് മാത്രം പാടാനാണെങ്കിലേ പാടും. മോൾ ഒത്തിരി ഒന്ന് പാടും. പാടിക്കോ, പാടേണ്ടത് ഞാൻ പറഞ്ഞു പോയി. എന്ത് തോന്നിയാസോ പാടിക്കോ. അയാൾ പറഞ്ഞത് ശരിയാ. അപ്പാടെ കൂടെ നടന്നാലേ എന്തായി ശരിക്കും പാടാൻ പറ്റത്തില്ല. പാത്തി അഭിരാമി, നിന്റെ മകളുടെ പെർഫോമൻസ്. അവള് പാട്ടുകാരിയാകാൻ തടസ്സം അപ്പനാണെന്ന് നിന്റെ ആഗ്രഹമായിരുന്നു. അവള് പാട്ടുകാരിയാകണമെന്ന്. അതിന് ഞാൻ തടസ്സം നിൽക്കോ അഭിരാമി? തടസ്സം നിൽക്കോ? പോട്ടപ്പ, വീണമോളല്ലേ?
വല്യമ്മ ലണ്ടനിൽ നടത്തിയ ഷോ ഇല്ലേ, അതിനെപ്പറ്റി ഇന്നും ആളുകൾ പറയും. പിന്നെ ഉസ്താദ് അംജദ് അലിഖാന്റെ ഒരു കച്ചേരി നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലുണ്ടായിരുന്നു. വല്യമ്മാന്റെ കെയർ ഓഫില് ഞാനും കയറി പരിചയപ്പെട്ടു. അദ്ദേഹം അന്ന് ചോദിച്ചത് എന്താണെന്നറിയോ? ഈ ഉസ്താദ് ഏത് മാളത്തിലാ ഒളിച്ചിരിക്കണേന്ന്. വല്യമ്മ ഒന്ന് സമ്മതം മൂളിയാ മതി, സ്പോൺസർമാരവിടെ കാത്തിരിക്കുക. വല്യമ്മയുടെ ശിഷ്യന്മാരില്ലേ, കൊല്ലത്തില് 4ഉം 5ഉം തവണയാ ലണ്ടനിലും അമേരിക്കയിലും ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല, കോടികളെ. എനിക്കറിയാവുന്നത് താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഏകാന്തതയിലുള്ള ധ്യാനം, അപ്പോഴനുഭവിക്കുന്ന ഒരു ആനന്ദം, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പോട്ടെ, നിന്റെ കെട്ടിയോന്റെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒക്കെ എങ്ങനെ? ഇപ്പോഴത്തെ പ്രശ്നം നല്ല പാചകക്കാരാ. നമ്മുടെ ഹൈദരാബാദ് ബിരിയാണിക്കും ഫിഷ് ചില്ലിക്കും പഴയ സ്വാദില്ലെന്ന ഇപ്പോഴത്തെ കംപ്ലൈന്റ്. 1-2 നല്ല പാചകക്കാരെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് ബാലേട്ടൻ ഇന്നലെയും വിളിച്ചു പറഞ്ഞു. എന്നാ നീ നിന്റെ ഉമ്മയെ കൊണ്ടുപോക്കോ, അവള് നല്ല അസല് പാചകക്കാരിയല്ലേ. കമ്പ്യൂട്ടർ കമ്പനിയിലെ ജോലി വിട്ടേച്ച് ഹോട്ടൽ തുടങ്ങാൻ ഓനോട് ആരെങ്കിലും പറഞ്ഞോ? ഉമ്മ, ലണ്ടൻ ടൈംസിൽ ബാലേട്ടനെ പറ്റി ഒരു വാർത്ത വന്നില്ലേ? ബാലചന്ദ്രൻ ദ കിങ് ഓഫ് ഇന്ത്യൻ ടേസ്റ്റ് എന്ന്. കിങ് ഓഫ് ടേസ്റ്റ്, രുചിയുടെ രാജാവ്. അതിനൊരു ഗമയൊക്കെ ഉണ്ട് ശബാന. വല്യമ്മയ്ക്ക് എന്റെ കൂടെ ലണ്ടനിലേക്ക് വന്ന് താമസിച്ചൂടെ? ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുമ്പോ എനിക്ക് ആദ്യ വയ്യാണ്ടായ ഇക്കാക്കെ നോക്കാൻ ആരാ? ഇവള് വീണ. ഇവളുടെ നാവിൽ ഹിന്ദുസ്ഥാനിയുടെ ഹരിശ്രീ കുറിച്ചത് ഞാനാ. വീണ, ഇത് ഷബാന ബീഗം, റസിയ, ലണ്ടനിൽ മെഡിസിൻ പഠിക്കുന്നു. പിന്നെ റസിയച്ചയുടെ ഹസ്ബൻഡ് ബാലൻ, സൗത്ത് ലണ്ടനിലെ റെഡ് ചില്ലീസ് എന്ന ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ ഉടമ അല്ലേ? ഫോൺ ചെയ്യുമ്പോ പാതി നേരവും വല്യമ്മയ്ക്ക് വീണയെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. കേട്ടോ ശബാന, നിനക്കറിയാം, മൈലാപ്പൂരിലെ മ്യൂസിക് അക്കാഡമിയില് എൻ്റെ ഒരു പ്രോഗ്രാം, ചടങ്ങിൽ ഈശ്വര പ്രാർത്ഥന പാടാനെത്തിയത് ഇവളായിരുന്നു. ആ സ്വരത്തിൽ ഞാനൊരു വിശുദ്ധി കണ്ടു. പിന്നീട് ഞാൻ പാടുമ്പോ പാതി അടഞ്ഞ കണ്ണുകളുമായി ലയിച്ചിരിക്കുന്ന ഇവളെ ഞാൻ ശ്രദ്ധിച്ചു. പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഓടി വന്ന ഇവളോട് ഞാൻ ചോദിച്ചു, പോരുന്നോ എൻ്റെ ഗുരുകുലത്തിലേക്കെന്ന്. അടുത്ത ദിവസം തന്നെ അപ്പായും മോളും കുടുങ്ങി വന്നു. അങ്ങനെ ഇവളെൻ്റെ ശിഷ്യയായി. ഇവളെക്കുറിച്ച് ചില സ്വപ്നങ്ങളൊക്കെ എനിക്കുണ്ട്. ഏയ്, മൈസൂരിലെ നമ്മുടെ കുടുംബസ്വത്ത് എഴുതി കൊടുക്കാനൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇവളെ പറ്റി എനിക്കൊരു പരാതിയേ ഉള്ളൂ. ശുദ്ധ സംഗീതത്തിൻ്റെ ഒരു പാലാഴി ഇവളുടെ ഉള്ളിലുണ്ട്. അതവൾക്കറിയില്ല. കസ്തൂരിമാനെ പോലെ അതവൾ പുറത്ത് തേടുകയാ. ഇവക്ക് സിനിമാ പാട്ട് പാടുന്നതിനോടാണ് കമ്പം. പക്ഷെ അതിനവൾക്ക് എൻ്റെ സഹായം കിട്ടില്ല. അതവൾക്കും അറിയാം അല്ലേ? സിനിമ പാട്ടെന്താ അത്രയ്ക്ക് മോശമാണോ അല്ലേ? തലത് മുഹമ്മദിനെയും റാഫിയെ പറ്റിയൊക്കെ വല്യമ്മ തന്നെ പുകഴ്ത്തി പറയാറില്ലേ? സിനിമാ പാട്ട് മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ സംഗീതത്തിൽ ഒത്തിരി വെള്ളം ചേർക്കാറുണ്ട്, അതെനിക്ക് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. വീണയുടെ പാട്ടൊന്ന് കേൾക്കണമെന്ന് വെച്ചിരിക്കായിരുന്നു. ഒന്ന് പാടാമോ? അയ്യോ, ഇപ്പോഴോ? ഒരു 4 വരി. ഇരിക്കടോ, തനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ആയിക്കോട്ടെ. മോമിൻകാൽ മോമിന്റെ പ്രസിദ്ധമായ ഗസല, നമ്മുടെ മെഹദി ഗസലൊക്കെ ഇത് പാടിയിട്ടുണ്ട്. ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് ചിട്ടപ്പെടുത്തിയതാ. ഇരിക്കടോ. சீக்கிரம் எடுக்கிறேன், முதல்ல கால் எடுக்க சார். இன்னைக்கு இவ்வளவுதான், இது வச்சு அட்ஜஸ்ட் பண்ணுங்க. எவ்வளோ ஆச்சு? விலை ஒரு 10 ரூபா விடுங்க. அது இன்னைக்கு ஜாஸ்தி, உடஞ்ச காலம் தானே. உடஞ்ச காலம் தான் 10 ரூபா, இல்லைன்னா 100 ரூபா. சரி சரி. നിർത്ത് നിർത്ത്. ഓക്കെ വീണ, ബൈ. ആരാവന്മാര്? അപ്പായെക്കാത്ത് എത്ര നേരം സ്റ്റുഡിയോ നിക്ക? ഇവരെനിക്കൊരു ലിഫ്റ്റ് തന്നു, അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. കണ്ടോമാരുടെ കാർ നീ കയറണ്ട. അയ്യോ, അപ്പൊ അത് ശ്രീഹരിയുടെ കൂട്ടുകാരാ. ഏത് ശ്രീഹരി? വലിയ വയലിനിസ്റ്റാ, ചിത്തപ്പായ്ക്ക് അറിയാം. ഇക്കാലത്ത് ആരും വിശ്വസിക്കാൻ പാടില്ല. എന്നാ പിടിച്ചോ, ഇതെല്ലാം നിന്റെ സ്വത്താ. ഈ കലവും വെച്ച് വണ്ടിയിലിരിക്കണം. ഈ അപ്പ എന്നെ നാണം കെടുത്തു. നീ ഇപ്പോഴത് പറയും. കലി തുള്ളുമ്പോ ഞാൻ വെറും കൈയോടെ നിന്നാലേ നീ അപ്പൻ എടുത്തെറിഞ്ഞ് ഉടയ്ക്കും. പോ അപ്പ. കേറ് കേറ്.
നന്ദിനിതാ ഇല്ലേ ഇല്ല ഞാൻ കൂപ്പട്ടെ ചെട്ടിയാരെത്തി. റഷീദ് അതിന് പുറകെ വിടും. ശരി സർ. അൻവറേ, ഈ ചെട്ടിയാരെങ്ങനെയാ നമ്മളോട് കൂടിയത്? ഗോപിച്ചെട്ടിപ്പാളയത്തെ നായിക തെരുവിലെ ആ വാടക കുണ്ടുകൾ പേപ്പട്ടിയെ തല്ലും പോലെ ഓടിച്ചിട്ട് തല്ലിയപ്പോ രക്ഷിച്ചതാരാ ചെട്ടിയാരെ? അപ്പൊ എല്ലാം ഓർമ്മയുണ്ട്. പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന പാമ്പിനെ നമ്മൾ കള്ളക്കടത്തുകാർ എന്താ ചെയ്യുന്ന ചെട്ടിയാരെ? പെട്ടിയിലെ പോട്ട് കൊക്കയിൽ തട്ടും. അയ്യോ, അപ്പൊ എല്ലാം അറിയാം. കിടക്കോടെ. വേണ്ട, ഇനിമേ ഞാൻ തപ്പ് ചെയ്യ മാട്ടെ. ഒരു വാട്ടി മന്നിക്കണം, ഒരു വാട്ടി മന്നിക്കണം അയ്യാ. ആഹാ, നമുക്ക് ചെട്ടിയാർക്ക് ഒരു അവസരം കൊടുത്താലോ? ഇതൊക്കെ ഇവന്റെ അടവല്ലേ, വീടരുത് ഇവനെ. ഇല്ലേ, സത്യമായി ഇനിമേ നാവും ഗാള്. ഒരു കാര്യം, നീ ബംഗാരപ്പേട കൂടെ കിടന്നോ, പക്ഷെ കളി ഞങ്ങൾക്ക് വേണ്ടി. എല്ലാ മൂമെന്റ്സും അപ്പം ഞങ്ങൾക്ക് തരണം. ശരി. വാക്ക് തെറ്റി അറിയാലോ. ഇല്ലെങ്കിൽ ഇത് നിന്റെ അവസാനത്തെ കളിയാ. പാടോ. അന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ആളെ കണ്ടില്ല. പെട്ടെന്നങ്ങ് പോയില്ലേ. ഇദ്ദേഹമാ വിഷ്ണുവിനെ. യാദൃശ്യമായിട്ട് സംഭവിച്ചതാ. ഒരു ചെട്ടിയാരെ തിരക്കി ആ വഴിക്ക് പോയപ്പോ തന്റെ ഇങ്ങോട്ടുള്ള വരവൊക്കെ കുറഞ്ഞില്ലേ? ഇത് അമീർ വലിയ ടിമ്പർ പറിച്ചില്ല. അതിന്റെ മറവിൽ ചില്ലറ ചന്ദന ബിസിനസ്സും ഉണ്ട് ഇല്ലടോ. മൈസൂരിലെ അമ്മാനുള്ള ദർഗയുടെ മുമ്പിൽ ഇവന്റെ വാപ്പയ്ക്ക് പണ്ടൊരു അത്തറുകടയുണ്ടായിരുന്നു. ഒരു ദിവസം വെറുതെ രസത്തിലൊന്ന് കയറിയതാ. മൂപ്പരാണ് നമ്മുടെ വലിയൊരു ആരാധകനും. അങ്ങൊരു പൊടിടപ്പി പോലൊരു കുപ്പി തുറന്ന് ഒരു തുള്ളി അത്തറ് നെറ്റി പൂശി. അതിന്റെ മണം ഇപ്പോഴും എൻ്റെ മൂക്കിലുണ്ട്. പിന്നെ പിന്നെ മൂപ്പര് മുടങ്ങാതെ അത്തറെത്തിക്കും. ഇപ്പോ വല്ലപ്പോഴും ഇയാളും. ഇത് വീണ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻ്റാ. താൻ എത്ര ദിവസം ഉണ്ടാവും മദ്രാസില്? കുറച്ചു ദിവസം. വാപ്പയുമായിട്ട് എങ്ങനെയാ? ഇപ്പോഴും പണക്കത്തിലാണോ? വാപ്പയുടെ നോട്ടത്തിൽ ഞാനിപ്പോഴും തലതിരിഞ്ഞ പുത്രനാണ്. ഭൂമിയിൽപ്പെട്ട സകല ഹറാമും ചെയ്യുന്നവൻ. ഓ, ഇത് പ്യുവറാണ്. എക്സ്പോർട്ട് ക്വാളിറ്റിയാ. നല്ല ഒറിജിനൽ ചന്ദനമാ. ഒരു കലർപ്പുമില്ല. ഫോറിൻ മാർക്കറ്റിൽ ഇതിന്റെ വില കേട്ടാൽ കമ്മത്ത് ഞെട്ടും. ഇതൊരു സാമ്പിൾ മാത്രമാ. ഇതുപോലൊരു 100 കമ്മത്തിന്റെ സമ്മതം കാത്ത് ഗോഡൌണിലിരിക്കുക. നമ്മുടെ അപ്പൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സത്യസന്ധമായി ബിസിനസ് ചെയ്യാനാണ്. ഇന്ന് വരെ ഒരു ബ്ലാക്ക് മാർക്ക് നമ്മുടെ എക്സ്പോർട്ടിങ്ങിൽ നമുക്ക് വീണിട്ടില്ല. സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്താൽ കമ്മത്തിന് എന്ത് കിട്ടും? ഒരു ചെറിയ കമ്മീഷൻ. പക്ഷെ ഈ ഡീലിൽ കമ്മത്തിന് കമ്മീഷൻ 10 ഇരട്ടിയാ.
ഇത് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നേക്കാം. പിന്നെ ഫോറിൻ മാർക്കറ്റിലെ ലാഭത്തിന്റെ പാതി. എന്താ ഈ കച്ചവടം ലാഭം? തിരുമുൽദേവാ, നിങ്ങൾ നമ്മളെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നു. പണം നമുക്കൊരു വീക്ക്നെസ് ആണ്. പണം കമ്മത്തിന് മാത്രമല്ല ഞങ്ങളുടെയും വീക്ക്നെസ്. അതിനല്ലേ ഈ കളിയൊക്കെ. അമീർ ഭായ്, കുഴപ്പമൊന്നും വരില്ലല്ലോ. ഞങ്ങൾ ഈ ബിസിനസ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കമ്മത്തിന് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പാ, നമുക്ക് വളരെ കാശ് കിട്ടുന്ന കാര്യമാണ്. കോപപ്പെടാതപ്പാ, മன்னிക്കണം. മക്കളെ സ്കൂളിൽ വിട്ടോ? വിട്ടു. ഇവിടെ അന്ന് വിഷ്ണുവിന് തന്നെ വന്നപ്പോ രക്ഷിച്ചത് ഇദ്ദേഹമാ. ആണോ? വളരെ ഉപകാരം. ഇതെന്റെ ചിത്തി. വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. വരണം കേട്ടോ. ചിത്തപ്പ വെയിറ്റ് ചെയ്യാ. ഇന്നൊരു മ്യൂസിക് ഡയറക്ടറിനെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. എന്താണ് ഞാൻ അറിയാത്തൊരു പുതിയ സൗഹൃദം? ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാ. നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടി, പാട്ടുകാരിയാ. എല്ലാം അറിഞ്ഞു വച്ചിരിക്കുന്നു. ഷോറൂമിൽ നിൽക്കാൻ നമ്മൾ പറഞ്ഞതാ. നല്ല ശമ്പളം കൊടുക്കാന്നും പറഞ്ഞു. സമ്മതിച്ചില്ല. സിനിമയിൽ പാട്ട് പാടാനാ മോഹം. പക്ഷെ അതൊക്കെ എങ്ങനെ നടക്കാനാ? ആരെങ്കിലും ഒക്കെ ഒരു ലിഫ്റ്റ് കൊടുക്കാതെ സിനിമയിലൊക്കെ പാട്ട് പാടാൻ പറ്റുമോ? ആരെങ്കിലും ഒരു ലിഫ്റ്റ് കൊടുത്താലോ? എടാ, നമ്മൾ പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. ബിസിനസിന്റെ വളർച്ചയ്ക്ക് അവരെ വെച്ച് നമ്മൾ കളിച്ചിട്ടുമുണ്ട്. ഈ പ്രേമമെന്നും വിവാഹം എന്നുള്ള വാക്കുകൾ അന്ന് നീ പറഞ്ഞിട്ടില്ല. പിന്നെ എന്റെ ബിസിനസ്സിൽ നിന്നെ പാർട്ട്ണറാക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ഇത്തരം സെന്റിമെന്റ്സ് ഒന്നും അതിനിടയിൽ കടന്നു വരില്ലെന്ന്. ഞാനതിപ്പോഴും പാലിക്കുന്നു. അവൾ എന്റേതാണെന്നൊരു ഉൾവിളി. ദേ, നീ വെറുതെ തമാശ പറയല്ലേ. ഇതൊക്കെ വലിയ പൊല്ലാപ്പാവുന്ന കാര്യങ്ങളാ. ഒന്നാമത് അവളൊരു അന്യമതക്കാരി. പോരാത്തിന് അവൾക്ക് നിന്നോട് പ്രേമമൊന്നുമില്ലല്ലോ. എടാ, കാട്ടിലെ ചന്ദന മരങ്ങൾക്ക് നമ്മോട് പ്രേമം ഉണ്ടായിട്ടാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മൾ മുറിക്കുന്നു. സമ്മതിച്ചു. പക്ഷേ ഇതങ്ങനെയല്ല. വലിയ വില കൊടുക്കേണ്ടി വരും. പിന്നെ തട്ടിക്കൊണ്ടു പോകാനൊന്നും എന്നെ കിട്ടില്ല. അവൾ എന്റെ കൂടെ ഇറങ്ങി വന്നാൽ കാര്യങ്ങൾ എളുപ്പമായില്ലേ? അതിനുള്ള കുറുക്ക് വഴികളൊക്കെ എനിക്കറിയാം. വീട്ടിലേക്കെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ കാറിൽ കയറിയത്. എന്താ പറയാനുള്ളത്? കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് വേണ്ടി മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും എൻ്റെ വാശിയായിട്ടില്ല. പക്ഷെ നീ, സോറി, ഞാൻ അങ്ങനെ വിളിക്കും. ബിക്കോസ് എൻ്റെ ഉള്ളിൽ നീ സ്വന്തമായി കഴിഞ്ഞതിൻ്റെ ഒരു അധികാരം. അമീർ ഒരു നല്ല തമാശക്കാരൻ കൂടിയാണല്ലോ. തമാശയല്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അമീർ, എനിക്ക് പോകണം. പോകാം, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അമീറിന് എന്നെ പറ്റി എന്തറിയാം? എല്ലാം. മോപ്പടിൽ പുറപ്പെടുമ്പോൾ ഉത്തരത്തിലൊരു പല്ല് ചലിച്ചാൽ യാത്ര പോലും മാറ്റിവെക്കുന്ന അച്ഛൻ്റെ നിഷ്ഠയെക്കുറിച്ചറിയാം. ശാസ്ത്രവും ആചാരവും ഗോത്രവും വിട്ടുകൊടുക്കാത്ത നിന്റെ ചുറ്റുപാടുകളെക്കുറിച്ചും അറിയാം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ? വേണ്ടെന്ന് വെച്ചാൽ തീർന്നില്ലേ? അതെനിക്ക് കഴിയില്ല, ധൈര്യമില്ല. അപ്പോ വീണയ്ക്ക് എന്നെ ഇഷ്ടമില്ലെന്നാണോ? ഒരാളോടും വേറിട്ടൊരിഷ്ടം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. പാട്ടിനോട് മാത്രം എനിക്കിഷ്ടം. അതറിയാവുന്നോണ്ട് പറയൂ. നീ വലിയ പിന്നണി ഗായികയാവണം. അതിന് നല്ല ശബ്ദം മാത്രം പോരാ, പ്രൊമോട്ട് ചെയ്യാനും സംരക്ഷിക്കാനും ആളുണ്ടാവണം. ബി പ്രാക്ടിക്കൽ. എനിക്ക് പണമുണ്ട്. എൻ്റെ നേട്ടങ്ങളെല്ലാം നിന്റെ പാട്ടിന് വേണ്ടി ഞാൻ അടിയറ വയ്ക്കാം. നിന്റെ ശബ്ദത്തിന് വേണ്ടി ലോകം കാതോർക്കുന്നൊരു നാൾ കലണ്ടറിൽ ആ ദിവസം എഴുതി ചേർക്കാൻ എനിക്ക് കഴിയും. ഇന്ന് എതിർക്കുന്നവരൊക്കെ അന്ന് നമ്മളെ സ്വീകരിക്കും. കാത്തിരിക്കാം മനസ്സ് പറയുന്ന തീരുമാനത്തിന്. ഞാൻ ആകെ കൺഫ്യൂസ്ഡാ. ആദ്യമായിട്ടാ ഇങ്ങനെ. മൂർച്ചയുള്ള ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ പതറിപ്പോയി. ട്രാക്ക് പാടി ജീവിതം തീർക്കുന്ന എന്നോട് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂ, ഞാൻ നിന്നെ വലിയൊരു പാട്ടുകാരിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചു പോയി ഒരു നിമിഷം. ശരിയല്ലേ?
ആരുണ്ട് എന്നെ സഹായിക്കാൻ? തിരിച്ചറിയാതെ പോകുന്ന ഒത്തിരി ശബ്ദങ്ങളിൽ ഒരാളായി മാറില്ലേ ഞാൻ? ഹേയ്, അതുകൊണ്ടാ കയ്യാൻ കയറി പിടിക്കാമെന്നാണോ? സി വീണ, അയാൾ ജെനുവിനാണോ? ആ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ? ഉസ്താദിന് പ്രിയപ്പെട്ട ആളല്ലേ? പിന്നെ പിടിച്ചു നിർത്തി പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു. ഏത് പെൺകുട്ടിക്കാ അത് ഇഷ്ടപ്പെടാത്തത്? ആർ യു സീരിയസ്? അറിയില്ല, മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ട്. തെറ്റേത് ശരിയേത് തീരുമാനിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം, അമീർ ആഗ്രഹിക്കുന്ന ആ വാക്ക് ഞാൻ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്ന ആരും അത് അംഗീകരിക്കില്ല. പക്ഷേ ഒരു തീരുമാനം ഞാൻ എടുത്തേ പറ്റൂ. ശ്രീ പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? ലുക്ക് വീണ, ഇവിടെ മനസ്സ് പറയുന്നത് ചെയ്യണമെന്ന് ഞാൻ പറയൂ. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയും പ്രചോദനമായിട്ട് ആൾ മാറിയെന്ന് വരാം. റിയൽ ലൈഫിൽ അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇന്ത്യയുടെ വാനമ്പാടി MS സുബലക്ഷ്മി, ആ ശബ്ദത്തെ ലോകം കീഴടക്കിയ പ്രവാഹമാക്കി മാറ്റിയത് അവരുടെ ഭർത്താവ് തന്നെയാണ്, സദാശിവം. നമ്മളെപ്പോലുള്ള പാട്ടുകാരുടെ പാഠപുസ്തകം അവരുടെ ദാമ്പത്യം. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ തലയിൽ രാസ്നാദി തിരുമുന്ന കൂട്ടുകാരനാകും സുബലക്ഷ്മിക്ക് സദാശിവം. സ്റ്റുഡിയോകളിൽ റെക്കോർഡിംഗ് ഷെഡ്യൂൾ തെറ്റാതെ നോക്കുന്ന സെക്രട്ടറി ആകും. ഇടവേളകളിൽ ചുക്കുകാപ്പി ഒഴിച്ചു കൊടുക്കുന്ന സേവകനാകും. ഒരർത്ഥത്തിൽ ആ സംഗീതത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ശ്രുതിപ്പട്ടിയായിരുന്നു സദാശിവം. എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നില്ലേ ഭാര്യയെ ഈ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ? സാധാരണ പറയും, വിജയിച്ച ഏതൊരു പുരുഷന്റെ പിന്നിൽ ഒരു പെണ്ണുണ്ടെന്ന്. ഒരുപക്ഷെ ഇവിടെ അത് തിരുത്തപ്പെടാം. വിജയിച്ച വീണയുടെ പിന്നിൽ ഒരു പുരുഷൻ, അമീർ. ഹേയ്, ഞാൻ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കിയോ? ഇല്ല, എവിടെയോ ഒന്ന് തെളിഞ്ഞതുപോലെ. ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. ഈ ചിത്തിയോടൊന്നും ഒളിക്കണ്ട കേട്ടോ. ഇന്നലെ കണ്ട മ്യൂസിക് ഡയറക്ടർ ഇല്ലേ വെങ്കടേഷ്, തമിഴിൽ കൊടികെട്ടി പറക്കുന്ന ആളാക്കും. തെരുമേ അടുത്ത പടത്തില് മോക്കൊരു ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പടിയാ? എനിക്കിപ്പോ ഇതിലൊന്നും വിശ്വാസമില്ല. 5 കൊല്ലമായി. എത്ര പേരെ കണ്ടു, എത്ര പേര് വാക്ക് തന്നു, എന്നിട്ടിപ്പോ എന്തായി? ഒന്നും നടക്കില്ല. നിരാശപ്പെടരുത്. എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഇല്ലേ? സമയമായിട്ടില്ല, അത്ര തന്നെ. ചിത്തപ്പ പറയാറില്ലേ, ട്രാക്ക് പാടി ജീവിതം അവസാനിപ്പിച്ച പാട്ടുകാരുടെ കഥകള്? അതുപോലെ ഒരാളാകാനായിരിക്കും എന്റെ വിധി. പ്രതീക്ഷ വിടരുത് മോളെ. അവള് പറയുന്നതിലും കാര്യമുണ്ട്. മോളെ, ശബ്ദം നല്ലതാണ്, അവസരം ദൈവം തരും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കേ. മാനത്ത് നോയിക്കൊണ്ടിരുന്നാ മതി. കൈ പിടിച്ചുയർത്താൻ ഒരാളില്ലെങ്കിലേ ഈ ഫീൽഡിൽ ആരും ഒന്നും ആവില്ല. എനിക്ക് ആരുമില്ല. ശനിയുടെ അപഹാരകാലമാ മോളെ, അത് കഴിയുമ്പോ എല്ലാം ശരിയായിക്കൊള്ളും. ശനിയും ശുക്രനെയും പഴി പറഞ്ഞുകൊണ്ടിരുന്നാലേ ഈ ഞാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ പറയരുത്. ഏണ്ടാ വിളുന്ന പരിപ്പേച്ചിട്ട് പോറേ. പാവം, സങ്കടം കൊണ്ടാക്കണ്ട. ഇത് അവള് മറ്റും ആശയാ, എന്നോട് ആശയം തന്നെ. ഇതുപോലെ വരട്ടെ, അകത്തെടുക്ക് ആരാലും മുടിയും. താന്തോന്നിത്തം പറയുന്നു. ആണും പെണ്ണും കൂടെ സൗകര്യം പോലെ ഏച്ചു കെട്ടിയാൽ ചേരുന്നതല്ല ജീവിതം. ചേരേണ്ടതിനോട് മാത്രം. അതാ ദൈവത്തിന്റെ വഴി, നേരിന്റെ വഴി. ജീവിതത്തിൽ നേരും നെറിയും നിനക്കില്ലെന്ന് നിന്റെ വാപ്പ പറഞ്ഞെനിക്കറിയാം. അതുകൊണ്ട് പറയാ, അവളൊരു പാവം പെൺകുട്ടിയാ. നീ അവളെ വിട്ടേക്ക്. ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കി ശീലമായി പോയി, ക്ഷമിക്കണം. പ്രലോഭിപ്പിച്ച് നീ അവളെ സ്വന്തമാക്കിയാൽ പൊറുക്കില്ല ഞാൻ. ഇവിടെ വന്ന് നീ എന്നെ ചതിക്കുകയായിരുന്നു. ചതിയുടെ ഈ ഗന്ധവുമായി നീ ഇനി പഴി ചവിട്ടരുത്. കടക്കപ്പുറത്ത്.
ഈ പൂ വീണയുടെ സമ്മതമാണെന്ന് വിശ്വസിച്ചോട്ടെ. എന്നേക്കാൾ എൻ്റെ പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരനാകും അമീർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോയല്ലോ, അവള് പോയല്ലോ. എന്നെ താങ്ക മുടിയാതെ അവള് തോപ്പിച്ചു, എന്നെ തോപ്പിച്ചു കളഞ്ഞു. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. എന്നെ സമാധാനം. അവൾക്ക് 10 വയസ്സ് ഞാൻ അഭിരാമി കണ്ടുടങ്ങി നെഞ്ചിലേറ്റിയാ വളർത്തിയത്. ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് പോലും ഞാൻ അവളെ നോവിച്ചിട്ടില്ല. എന്നിട്ടും ആശപ്പെടുത്തി ചതിച്ചതാ, ഇല്ലെങ്കിൽ അവളങ്ങനെ ചെയ്യില്ല. എന്നാലും പോയില്ലേ? അപ്പായ്ക്ക് കൊടുക്കാൻ കഴിയാത്തത് നേടിയെടുക്കാനുള്ള വാശി. മംഗല്യത്തിന് 3 മുടിച്ചു കെട്ടാൻ അഭിരാമി എന്നെ ഏൽപ്പിച്ച താലിയാക്കൂ ഇത്. ഇനി എന്തിനാ ഇത്? എൻഫോഴ്സ്മെന്റ് ഒരു നീക്കം നടത്തുന്നുണ്ട്. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഒരു ആക്ഷൻ പ്രതീക്ഷിക്കാം. നീയൊന്ന് ഡൽഹിക്ക് പോയേ മതിയാവും. കെട്ടേണ്ട അടുത്തൊക്കെ നേരത്തെ കെട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അറിയാം. മാഡം ഫോൺ. ഹലോ വീണ, ശ്രീയ. ഞാൻ കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്തു. ലിറിക്സ് സൂപ്പർ, അപാരമായി വന്നിട്ടുണ്ട്. പിന്നെ വീണ എന്നാ എത്തുന്നേ? ഉടനെ. ശരി, നമുക്ക് നന്നായി ടൈം എടുത്ത് റിഹേഴ്സൽ ചെയ്യണം. എന്റെ മനസ്സ് അവിടെയാ ശ്രീ, ഓടി അങ്ങ് എത്താൻ തോന്നുന്നു. ശരി. ശ്രീയായിരുന്നു കമ്പോസിങ് തുടങ്ങിയെന്ന്. എപ്പോഴാ നമ്മൾ അങ്ങോട്ട് പോകുന്നേ? നല്ല റിഹേഴ്സൽ വേണമെന്നാ ശ്രീ പറയുന്നേ. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം. അതെങ്ങനെ? ഫാക്ടറിയിലും സൈറ്റിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അൻവർ നോക്കില്ലേ? അവനെ കൊണ്ട് മാത്രം പറ്റില്ല. പിന്നെ എനിക്കൊന്ന് ഡൽഹിയിലും പോകണം. ഇതിനപ്പുറം എനിക്കിനി ഒരു അവസരം കിട്ടില്ല. ഇതിനേക്കാൾ നല്ല അവസരങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കും. ബാംഗ്ലൂരിലെ ചില മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ നിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കന്നഡ സിനിമയിൽ ഇതിലും നല്ല എൻട്രി. അതൊക്കെ പിന്നീടല്ലേ, ഇപ്പൊ കയ്യിൽ വന്നത് തട്ടിക്കളയരുത്. നോക്ക് വീണ, എനിക്കിപ്പോൾ ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടൈമില്ല. എന്നെ നീ മനസ്സിലാക്കണം. അമീർ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ശ്രീയുടെ ഓഫർ ഞാൻ വേണ്ടാന്ന് വെക്കില്ല. 3 പാട്ടുകളുണ്ട്. ആര് തരും ഇങ്ങനെ? ഓ, ശ്രീയും പാട്ടും. എനിക്ക് ഇത്തിരി സ്വസ്ഥത വേണം പ്ലീസ്. അമീർ, വീണ എവിടെ? റൂം അല്ലേ ഉണ്ട്. പിണങ്ങിയോ? ഒന്ന് ചോദിച്ചാ ദേഷ്യപ്പെടരുത്. ഞാൻ പാടുന്നത് അമീറിന് ഇഷ്ടമല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അമീറിനെ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ ഓരോ ദിവസം തുടങ്ങുമ്പോഴും എനിക്ക് പാടാൻ അവസരം ഒരുക്കുന്ന ആ അമീറിനെ ഞാൻ കാത്തിരുന്നത്. മഴ നനയുമ്പോ വേണ്ട, നിന്റെ ശബ്ദം പോകുമെന്ന് പറയുന്ന ഒരാളെ, ഉച്ചവേലി നടക്കുമ്പോ പനി പിടിക്കരുത്, നീ പാട്ട് പാടേണ്ടവളാന്ന് പറയുന്ന ഒരാളെ, അങ്ങനെ ഒരു അമീറിനെ എനിക്ക് വേണ്ടത്. സ്നേഹിച്ചവരെല്ലാവരെയും ഞാൻ ഉപേക്ഷിച്ചു. അപ്പ, ഉസ്താദ്, എല്ലാവരും എന്നെ വെറുത്തു.
എന്നിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഈ കൈകളിലുള്ള വിശ്വാസം കൊണ്ട്. എന്നെ ഉപേക്ഷിക്കരുത്. എക്സലന്റ്. സാറിന് ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ? വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വന്നാലും മതി. ഇതല്ലാതെ മറ്റു പ്രോഗ്രാം ഒന്നും ഇല്ല. Then it's okay. Excellent. Very good. Excellent. Fine, fine. ഹലോ, എന്ത് ചെയ്യാനും നിങ്ങളൊക്കെ? റെയ്ഡിനെ പറ്റി ഞാൻ മുന്നറിയിപ്പ് തന്നിരുന്നല്ലേ? എന്നിട്ടും അവന്മാർക്ക് എടുത്തോണ്ടോ പാകത്തിന് എല്ലാം മുമ്പിലിട്ട് കൊടുത്തു. ഇതാ നിന്നെയൊക്കെ തീറ്റി പോറ്റുന്ന ഞങ്ങളെ വേണം പറയാൻ. എവിടെയോ തന്റെ ബോസ്? വിളിക്കവനെ. കിട്ടുന്നില്ല സർ, ഔട്ട് ഓഫ് റേഞ്ച് ആണ്. അവനെ തന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്, കിട്ടണ്ടേ? റവന്യൂ ഇന്റലിജൻസിന്റെ നീക്കത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നതാ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഗോഡൌണെങ്കിലും ക്ലിയർ ചെയ്യാമായിരുന്നു. കമ്പ്യൂട്ടറിലുണ്ട് കള്ളക്കണക്കെല്ലാം. ഇനിയിപ്പോ എന്താ ഒരു വഴി? റെയ്ഡ് കഴിഞ്ഞ് അവർ പോട്ടെ. ചുറ്റി വരെയും ഏർപ്പാടാ എൻഫോഴ്സ്മെന്റ് ചെയ്ത്. റിക്കവറി സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് എന്തെങ്കിലും പറയാൻ നോക്കൂ. ഹലോ, കെട്ടിയുള്ള പാട്ടും കേട്ട് അവിടെ ഇരുന്നോ? ബ്ലൂ ഹിൽസിലെ ഫാക്ടറിയിൽ റെയ്ഡ് നടക്കുക. പിന്നെ എൻഫോഴ്സ്മെന്റ് സീല് വെച്ച് പൂട്ടിയാ തീർന്നു അതോടെ എല്ലാം. നമ്മുടെ ആളുകളൊക്കെ അവിടെ എന്ത് ചെയ്യാ? അവരെന്ത് ചെയ്യാൻ? മുകളിൽ നിന്നുള്ള ഓർഡറാണ്. അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഡൽഹിയിൽ പോയി വേണ്ടത് ചെയ്യാൻ. അപ്പോ നിനക്കവളുടെ പാട്ടാണ് വലുത്. തൽക്കാലം നീ ഒന്ന് മാനേജ് ചെയ്, ഞാൻ ഉടനെ എത്തിക്കോളാം. ശ്രീയെ സമ്മതിക്കണം. 3 സോങ്സും 3 ടൈപ്പ്. എന്താ അമീർ ഒരു ടെൻഷൻ? അൻവർ വിളിച്ചിരുന്നു. അവിടെ ഫാക്ടറിയിൽ ഒരു റെയ്ഡ്. ഞാൻ അവിടെ ഇല്ലാത്ത കൂടുതൽ കുഴപ്പമായി. സോറി അമീർ, ഞാൻ കാരണം. എന്താ നീ ഇങ്ങനെ? റെയ്ഡും കേസും ഒക്കെ എൻ്റെ ബിസിനസ്സിൽ സാധാരണമാണ്. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. നോക്ക്, നാളെ റെക്കോർഡിംഗ് ഉള്ളതാണ്. ബി സ്മാർട്ട്. അമീർ, എന്റെ വേഷത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഓ സോറി. ബ്യൂട്ടിഫുൾ. ആഹാ, നേരെ ഇങ്ങ് പോന്നോ? സോറി വീണ. എന്താ? ഇന്നത്തെ റെക്കോർഡിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. പ്രൊഡ്യൂസർക്ക് ഉദ്ദേശിച്ച ഫിനാൻസ് ശരിയായിട്ടില്ല. ഒരു 1-2 ആഴ്ച കൂടി തള്ളിവെക്കണം എന്നാണ് പുള്ളി പറയുന്നത്. വല്ലാതെ ആശിച്ചു പോയി അല്ലേ വീണ? എനിക്കും വിഷമമുണ്ട്. മാറ്റിവെച്ചല്ലേ പറ്റൂ. ജസ്റ്റ് 2 വീക്സ്. പുതിയ ഷെഡ്യൂൾ ഞാൻ അറിയിക്കാം. ഇനിയിപ്പോൾ സ്റ്റുഡിയോയിൽ പോയി ക്യാൻസൽ ചെയ്ത് എല്ലാവരെയും അറിയിക്കണം. വരട്ടെ. ഈ സിനിമയിലും ബിസിനസ്സിലും ഒക്കെ എങ്ങനെയാ? ഇത്തരം തിരിച്ചടികളുണ്ടാവും. പക്ഷെ തളരാതെ നമ്മൾ മുന്നോട്ട് പോകണം. ഇതിപ്പോ ഡേറ്റ് ഒന്നും മാറിയിട്ടേ ഉള്ളൂ. നമുക്ക് ഇന്ന് തന്നെ മടങ്ങിയാലോ? പോകാം. അമീറിന് വേറെ 100 പ്രശ്നങ്ങളുള്ളതല്ലേ. വന്നോ? എന്തായി?
ഭാര്യ വലിയ പാട്ടുകാരിയാക്കിയോ? നീ എന്താ കളിയാക്ക? ഒരു ഫാക്ടറി പൂട്ടി സീല് വെച്ചു. എൻഫോഴ്സ്മെന്റ് കേസ് വേറെ. എടാ ഇതൊക്കെ നമ്മൾ ഒത്തിരി കണ്ടതല്ലേ, നേരിടണം. പക്ഷേ ഒഴുകിപ്പോയത് ലക്ഷങ്ങളാണ്. ആ നഷ്ടം ഞാൻ കാര്യമാക്കുന്നില്ല. അതിനേക്കാൾ വലുതാണല്ലോ നീ നേടിയത്, പാട്ടുകാരുടെ ഭർത്താവ് ഉദ്യോഗം. ഇനി ഞാനായിട്ടൊന്നും പറയും, പക്ഷെ ഒരു കാര്യം, ആ റീഡ് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പിന്നെ കപ്പല് മുങ്ങിത്തുടങ്ങി, ഓർത്താന്നല്ല. ഞാൻ പോവാ. അവൻ പറഞ്ഞൊന്നും നീ അത്ര കാര്യമാക്കണ്ട. ഒരു ക്രൈസിസ് ഉണ്ട്, അത് ഞാൻ നേരിട്ട് കൊള്ളാം. എനിക്കിപ്പോ നിന്റെ പാട്ടാണ് പ്രധാനം. അമീർ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ ഞാനിതൊക്കെ എങ്ങനെയാ തിരിച്ചു തരാ? എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി.